നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അവ ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ക്വാളിറ്റി ഉള്ള അസറ്റ് വിലക്കുറവിൽ വാങ്ങി വിലക്കൂടുതൽ വിൽക്കുന്നത് വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇ ടി എഫുകൾ നമ്മൾ വിലക്കുറവിൽ വാങ്ങി വിലക്കൂടുതൽ വിൽക്കുന്ന മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ചും കൂടെ റിട്ടേൺ കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, കുറച്ച് റിസ്ക്കും അവരെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നിഫ്റ്റി 50-ലെ കമ്പനികൾ വിലക്കുറവിൽ വരുന്ന സമയത്ത് വാങ്ങി വില കൂടുതൽ വിൽക്കാൻ സാധിക്കുന്നതായിരിക്കും. നിഫ്റ്റി 50-ലെ പല സെക്ടറിലെയും ഏതാനും സ്റ്റോക്കുകൾ നമുക്ക് പിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒന്നുകിൽ നമുക്കത് ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നല്ലൊരു റിട്ടേൺ കിട്ടുവാണെങ്കിൽ ആ ഒരു സമയത്ത് വിൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ഏതാണ്? ഇൻഫോസിസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇൻഫോസിസിൻ്റെ അധികം ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് പോകാതെ നമ്മൾ ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനി എന്തുകൊണ്ടാണ് എടുത്തത് IT സെക്ടറിൽ നിന്ന്? കാരണം അത് നിഫ്റ്റി 50-ലുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ നിഫ്റ്റി 50-ൽ നിൽക്കുന്നത്. അത് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി 50 നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി 50-ലെ കമ്പനികൾ മാത്രം നമ്മൾ ഈ ഒരു മെത്തേഡിൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് 2000 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ 1469 കിട്ടുന്നത്. ഇതൊരു 6 മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ആണെങ്കിലും ഇത് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 38% റിട്ടേൺ ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് അത് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം, താഴെ സപ്പോർട്ട് റീജിയൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ അറിയാം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് റീജിയനിൽ നമുക്ക് വീണ്ടും കുറേശ്ശെ ആവറേജ് ചെയ്ത് ഇതിനെ റിപ്പയർ ചെയ്ത് ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ ട്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്യുന്നോ ട്രേഡ് ചെയ്യുന്നോ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും മാക്സിമം പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കറൻ്റ്ലി എന്തെങ്കിലും ന്യൂസസ് കാരണം താഴെയാണ് കിടക്കുന്നതെങ്കിലും എന്നാണോ ഇത് മൂവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു മൊമെൻറ്റം എടുക്കണമെങ്കിൽ നമ്മൾ വിലക്കുറവിൽ വാങ്ങിച്ച് വെക്കണം, എങ്കിലും നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. ഇവിടെ നമുക്ക് 1150 1200 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 50% ഡിസ്കൗണ്ടിൽ കിട്ടുന്ന 660 എന്ന റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇത് ഓൾ ടൈം ഹൈയിലേക്ക് 1, 2, 3 വർഷം കൊണ്ടാണ് വരുന്നതെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് 70% റിട്ടേൺ, ഒപ്പം ഈ ഓരോ കമ്പനികളുടെയും ഡിവിഡൻഡ് നമുക്ക് പാസീവായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് അത് താഴോട്ടാണ് പോരുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സും പല തവണ ഒരു കൺസോൾട്ടേഷൻ നടന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 3527 എന്ന് പറഞ്ഞ റീജിയൻ. അവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് കൃത്യമായിട്ടൊരു കൺസോൾട്ടേഷന് ശേഷം മുകളിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2518 ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് നമുക്ക് പ്രോഫിറ്റ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് 41% പ്രോഫിറ്റ് ഇവിടെയും ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് 2 രീതി പ്ലാൻ ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു റീജിയനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഹാഫ് ക്വാണ്ടിറ്റി വിൽക്കാം, ബാക്കി ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് ഈ ഒരു റീജിയനിൽ വിറ്റ് പുറത്തിറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആവറേജ് ചെയ്യുവാണെങ്കിൽ അത് ക്വാളിറ്റി ഉള്ള അസറ്റിൽ മാത്രം ആവറേജ് ചെയ്യുക, ബാക്കിയുള്ള ഒരു സ്റ്റോക്കുകളിലും ആവറേജ് ചെയ്യാതിരിക്കുക. ഒന്നുകിൽ ഇ ടി എഫിനേക്കാളും കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ മാത്രമാണ് നിഫ്റ്റി 50-ലേക്ക് വരാവുള്ളൂ. അതിലും താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ റിസ്ക് കാറ്റഗറി കൂടും എന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ട്രെൻഡ് അതിമനോഹരമായിട്ടുള്ളൊരു 57% ടാർഗറ്റ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 8200 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് 5300 എന്ന റീജിയനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇൻ കേസ് ഇത് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് ആവറേജ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇത് ഓൾ ടൈം ഹൈയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സെക്ടറിൽ നമ്പർ 1 നമ്പർ 2 കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ ചോദിക്കുക. അതുപോലെ തന്നെ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് ഫ്യൂച്ചേഴ്സ് സെറോദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻസിബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഒരുപാട് ഫ്രീ ബ്രോക്കറേജ് പ്ലാൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവർക്ക് ഗുഡ് ബൈ.